ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ. അപ്പോൾ എല്ലാവരുടെയും ലൈഫൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പോകുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് കുറച്ച് കൂടുതൽ റെലവൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ലൈഫിലാണെങ്കിലും പിന്നെ എനിക്ക് വന്നൊരു മെസ്സേജിൻ്റെ ഒരു എന്താ പറയുക, അതിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഒരു ടോക്ക് നമ്മൾ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ സംഭവം സിമ്പിളാണ്. നമ്മളെല്ലാവരും, ഒരാൾ പോലും ഇല്ലാണ്ട് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ലൈഫിൽ ഇൻസൾട്ട് ഫേസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ആരെങ്കിലുമൊക്കെ നമ്മളെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടാവും ഫ്രം ദ ബിഗിനിങ്. അതായത് നമ്മുടെ സ്കൂൾ ലൈഫിൽ തൊട്ട് തന്നെ മേ ബി ഒരു ടീച്ചറിൻ്റെ കയ്യിൽ നിന്നായിരിക്കാം നമ്മൾ ചിലപ്പം പഠിക്കാത്തതിന് ചിലപ്പോൾ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കുരുത്തക്കേട് കാണിച്ചതിന് അങ്ങനത്തെ ഒരു രീതിയിൽ ഉണ്ടായിട്ടുണ്ടാവും. മറ്റ് പേരൻസിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് കുട്ടികളിൽ നിന്നോ ഫ്രണ്ട്സിൽ നിന്നോ ഒക്കെ നമുക്ക് ഇൻസൾട്ട് നേരിട്ടിട്ടുണ്ട് അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മളൊരു വർക്ക് സ്പേസിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയും പല സമയത്ത് നമ്മുടെ ബോസ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള കൊളീഗ്സ് ആവാം, അവരിൽ നിന്നൊക്കെ നമ്മൾ ഇൻസൾട്ട് ഫേസ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഇൻസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഫേസ് ചെയ്യാത്തവരായിട്ട് ആരും ഇല്ലേ അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇൻസൾട്ട് ചെയ്യുന്നത് ആൾക്കാർ? ഈ ഇൻസൾട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു മോട്ടീവ് എന്താണെന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമുക്കറിയാമായിരിക്കും. ചിലപ്പോൾ നമ്മൾ പറയും വിവരമില്ല അതുകൊണ്ട്. ഇപ്പം നമ്മൾ കുറച്ചൊക്കെ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് തുടങ്ങിയപ്പോൾ നമുക്ക് പറയാം വിവരമില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെ ആൾക്കാർ മറ്റുള്ളവരെ വേദനിപ്പിക്കുക, അല്ലെങ്കിൽ ഒട്ടും കൈൻഡ് അല്ലാണ്ട് പെരുമാറുക, ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുക എന്നുള്ളതൊക്കെ. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാൾ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ മാനസികാവസ്ഥ എന്താണെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മാനസികാവസ്ഥ അവിടെ ഇരിക്കട്ടെ. നമുക്ക് എന്തായാലും ഇൻസൾട്ട് ചെയ്യുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും നോർമലി ഒരു മനുഷ്യന് എന്തായാലും ഒരു വിഷമമൊക്കെ തോന്നും, അല്ലെങ്കിൽ നമ്മൾ ഇതെന്താ എന്നെ അങ്ങനെ പറഞ്ഞേ എന്നെങ്കിലും നമ്മൾ ചിന്തിക്കുമായിരിക്കും. പക്ഷേ ഇൻസൾട്ട് ചെയ്യുന്ന ആളുടെ മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒട്ടും പവർഫുൾ അല്ലെങ്കിൽ, ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മൾ പവർഫുൾ ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ആ പവറിനെ ഒന്ന് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആ കോൺഫിഡൻസിനെ ഒന്ന് തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിക്കൂടെ ഈ ഇൻസൾട്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ. അതായത് അവർ പവർഫുൾ അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ, ഇപ്പം മേ ബി ഒരു ബോസും ഒരു എന്താ സബോർഡിനേറ്റും ആയിരിക്കാം. അപ്പം ആ സബോർഡിനേറ്റിൻ്റെ വർക്ക് കുറച്ചുകൂടെ നന്നായിട്ട് വരുന്നുണ്ടെങ്കിൽ ഈ ബോസ് കളിയൊക്കെ വെച്ചിട്ട് ശരിയാവുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി ആളുടെ ഒരു പ്രശ്നം കൊണ്ടാണ്, നമുക്ക് വിട്ടുകളയാം പോട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻസൾട്ട് ഒട്ടും നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല. അതേപോലെ തന്നെ വേറെ ചില ആൾക്കാരുണ്ട്, നമ്മൾ ഈ അമ്പലപ്പറമ്പിൽ അല്ലെങ്കിൽ ഒരു ഉത്സവ കമ്മിറ്റി അല്ലെങ്കിൽ ആഘോഷ കമ്മിറ്റിയിലൊക്കെ കാണുന്ന ആൾക്കാരുണ്ട്. അതായത് പൊതുവേ നമ്മൾ ഒരു ഗ്രൂപ്പ് എല്ലാവരും കൂടെ നിന്നിട്ട് ഒരു സംഭവം, ഇപ്പോൾ ഓണാഘോഷമാണെങ്കിൽ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് ഒരു ഓണാഘോഷത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടികളെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യും, അതെല്ലാം നമ്മൾ നടത്താൻ നോക്കും. അപ്പോൾ ഒരു കൂട്ടായ്മ ഉണ്ടാവും എല്ലാവരും കൂടെ നിൽക്കുന്ന സമയത്ത്. ഈ ഒരാൾ മാത്രം മാറി നിൽക്കും. മാറി നിന്നിട്ട് അവസാനം നമ്മുടെ പ്രോഗ്രാം നടക്കുന്നതിന് തൊട്ട് മുന്നേ വന്നിട്ട് ഇതെന്താ ഇങ്ങനെ വെച്ചത്, അത്തപ്പൂ എന്താ അങ്ങനെ ഇട്ടത്, അല്ലെങ്കിൽ മറ്റേ കാര്യം എന്താ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്, ഈ കേട്ടൻ എന്താ കുറച്ചുകൂടെ താഴ്ത്തി ഇട്ടുകൂടായിരുന്നു, അല്ലെങ്കിൽ ഈ കളർ പോരാ, ഇതാരും ഇങ്ങനെ കൊണ്ടുവച്ചത്, ചേസ് ഇങ്ങനെയാണോ ഇടേണ്ടത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒന്നാളാവാൻ നോക്കി ബാക്കിയുള്ളവരെല്ലാം കൂടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം ഒന്നും ചെയ്തില്ല എന്നുള്ള രീതിയിൽ അവരൊക്കെ ഇൻസൾട്ട് ചെയ്ത്, അല്ലെങ്കിൽ അവർക്കൊന്നും അറിയില്ല എന്നുള്ള രീതിയിലുള്ള ഒരു സംഭാഷണമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അങ്ങനെയുള്ള ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ കുറച്ചൊന്ന് ആളാവാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ട്. അവിടെയും സംഭവം ഇത് തന്നെയാണ്. ദേ ആർ നോട്ട് പവർഫുൾ, അല്ലെങ്കിൽ അവർക്കൊരു കാര്യം കൃത്യമായി കോർഡിനേറ്റ് ചെയ്ത് നടത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ ബാക്കിയുള്ളവർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചെന്നിട്ട് അവനെ ഇടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വാക്കുകളാൽ അവരെ ഒന്ന് വേദനിപ്പിക്കുക, ഒന്ന് ഡൗൺ ആക്കുക. നമുക്ക് എപ്പോഴും ഒരു ഏറ്റവും വലിയൊരു വെപ്പനാണ് നമ്മുടെ മെന്റൽ പീസിനെ തകർക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു കത്തി വെച്ച് കുത്തുന്നതിനെക്കാട്ടിലും ഭയങ്കര സ്ട്രോങ് ആണ് നമ്മുടെ മെന്റലി നമ്മളെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ പതറാൻ പാടുണ്ടോ രാമൻകുട്ടി? പതറാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയാം എൻ്റെ ലൈഫിൽ നിന്നുള്ള കുറച്ച് ചില സിറ്റുവേഷൻസ് എക്സാമ്പിൾസ് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ശരിക്കും നന്നായി തടിയുള്ള ഒരാളായിരുന്നു കേട്ടോ. ഒരു 80-85 kgs വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ, അതുവരെ പ്രഗ്നൻസിയുടെ ആ ഒരു സമയം വരെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഡെലിവറിയിൽ നമ്മളെല്ലാവരും എന്താ പറയുക, പ്രഗ്നൻസി ടൈമിൽ എല്ലാവരും ഇങ്ങനെ ഗെയിൻ ചെയ്യുമല്ലോ വെയിറ്റ്. അപ്പോൾ ഓരോ മാസം കൂടി വന്നു. ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് കുറേ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പ്ലാസെന്റ പ്രിവിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഫുഡ് നമ്മൾ കഴിക്കണം, ബെഡിൽ തന്നെ കിടക്കണം, ഒരു എക്സസൈസും ഇല്ല, കാര്യങ്ങൾ അങ്ങനെ ഹോർമോണൽ ഇംബാലൻസസ് കാരണം. പിന്നെ കുറേ സ്റ്റീറോയിഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ പ്ലാസെന്റ താഴെ ആയതുകൊണ്ടും ഈ കുഞ്ഞിനെ നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെടും. അതുകൊണ്ട് അത് ഒന്ന് എന്താ പറയുക സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കുറേ റെമഡിയൽ സംഭവങ്ങളൊക്കെ ചെയ്ത് എനിക്ക് നന്നായിട്ട് ഹോർമോണൽ ഇംബാലൻസസും വന്ന് ഞാൻ നന്നായിട്ട് വണ്ണവും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വണ്ണം വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഡെലിവറി സ്റ്റോറി നമുക്ക് പിന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിലും ഈ 7.5 മാസത്തിലാണ് മോള് ജനിക്കുന്നത്. 1.5 കിലോ ഉണ്ടായിരുന്നുള്ളൂ മോള്. അപ്പോൾ മോള് ജനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മോളെ കാണാൻ വന്നവരും അങ്ങനെയൊക്കെയുള്ള നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിലും കുറച്ച് ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും നമ്മൾ കളിയാക്കി തുടങ്ങി.
അതായത് അയ്യോ ഇത്രയും വലിയൊരു ശരീരത്തിൽ നിന്ന് ഇത് ഇത്ര എലിക്കുഞ്ഞിൻ്റെ അത്രയുള്ളൊരു കുട്ടിയാണോ വന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ ബന്ധുക്കളാണെങ്കിൽ ഉൾപ്പെടെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് ആ ഒരു ഇത്രയും ഒരു എന്താ പറയുക ബുദ്ധിമുട്ടുള്ള സമയത്ത്, അല്ലെങ്കിൽ നേരത്തെ മോള് ജനിച്ചു, 1 മാസത്തോളം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, മോളെ ICUലായിരുന്നു, ഞാനും അവിടെ തന്നെ ICUലായിരുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ വന്നിങ്ങനെ കുത്തി നോവിക്കുമ്പോൾ, അല്ലെങ്കിൽ കുഞ്ഞ് ഇത്രയേ ഉള്ളൂ, ഇതെന്താ ഇങ്ങനത്തെ ഒരു കുട്ടി എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇത്രയും വണ്ണം ഉള്ള ശരീരത്തിന് ഇത്രയുള്ള ചെറുതിനെയാണോ നമ്മൾ പ്രസവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനല്ലല്ലോ തീരുമാനിക്കുന്നത് എൻ്റെ കുട്ടിക്ക് എത്ര വെയിറ്റ് വരണം, ഉള്ളിൽ ഞാൻ 3 കിലോ ഉള്ള കുട്ടീനെയാണോ വളർത്തുന്നത്, 4 കിലോ ഉള്ള കുട്ടീനെയാണോ വളർത്തുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്കറിയാം ഒരുപാട് കണ്ടീഷൻസ് കാരണമാണ് അങ്ങനെ ഒരു ആൾ ജനിച്ചത്. അതൊന്നും നമ്മുടെ തെറ്റല്ല. അത് കഴിഞ്ഞു പോട്ടെ, എന്തായാലും കുഞ്ഞ് പുറത്ത് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടും വീണ്ടും ഈ തടി കാരണം എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു, കുഞ്ഞിനെ നന്നായിട്ട് നോക്കുന്നില്ലേ, കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നില്ലേ, കുഞ്ഞിന് പാല് കൊടുക്കുന്നില്ലേ, പാലില്ലേ, അങ്ങനത്തെ ഉള്ള ചോദ്യങ്ങൾ തുടങ്ങി. പിന്നെ കുഞ്ഞിന് എന്താണ് കൃത്യമായിട്ട് ഫുഡ് സമയത്തിന് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ കുഞ്ഞിന് വെയിറ്റ് കൊടുക്കുന്നില്ല, അമ്മയാണോ എല്ലാം കഴിക്കുന്നത്, കുഞ്ഞിനൊന്നും കൊടുക്കുന്നില്ലേ, ഇങ്ങനത്തുള്ള നോർമൽ ക്ലീഷേ ക്വസ്റ്റ്യൻസ് ഇപ്പം ഡെലിവറി കഴിഞ്ഞിട്ടുള്ള എല്ലാ അമ്മമാർക്കും ഇതൊക്കെ ചിലപ്പോൾ അവർ കേൾക്കുന്നുണ്ടാവും ഒരു സൈഡിൽ കൂടെ. അങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ ചെവി നമുക്ക് തന്നിരിക്കുന്നത് ഇതിലേ കൂടെ കയറി ഇപ്പുറത്ത് കളയാൻ വേണ്ടിയിട്ടാണ്. അതങ്ങനെ കളഞ്ഞേക്കോട്ടോ, മൈൻഡ് ചെയ്യേ വേണ്ട. അമ്മായിമാരും അമ്മാച്ചന്മാരും ഒക്കെ വന്ന് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് പോട്ടെ, നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. കാരണം ഇതെല്ലാം ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളതും അതിൽ കുറേ ട്രോമാസ് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ഓരോ കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കുഞ്ഞ് ഇത്തിരി വലുതായപ്പോഴും ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല, എന്താ വെയിറ്റ് ഒക്കെ കുറയാത്ത, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് എന്നെ നമ്മളെ മൈൻഡിൽ നമ്മൾ ഒരുപാട് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഇൻസൾട്ടിലൂടെയാണ് ഫൈനലി ഞാൻ തീരുമാനിച്ചത് ഞാൻ വെയിറ്റ് കുറയ്ക്കും. അപ്പം ഈ ഇൻസൾട്ട് എന്ന് പറയുന്നത് ഞാൻ എടുത്തിരുന്നത്, എനിക്ക് ഒരുപാട് നെഗറ്റീവ് ഫേസസിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്, ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടെങ്കിലും ഫൈനലി ഞാൻ എടുത്ത ഒരു തീരുമാനം ഈ ഇൻസൾട്ടിൻ്റെ ബേസിസിലാണ്. എനിക്ക് വണ്ണം കുറയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചു, വണ്ണം കുറച്ചു, ഞാനിപ്പം ഇങ്ങനെ ആയതിനു ശേഷം ഇപ്പോൾ വീണ്ടും കുറച്ച് പേര് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. അതായത് എന്ത് പറ്റി, അയ്യോ ഇതെന്താ ഇങ്ങനെ മെലിഞ്ഞു പോയത്, എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഫസ്റ്റ് ചോദിക്കുന്നത് ഡയബറ്റിക് ആണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇങ്ങനെ ഓഞ്ഞു പോയല്ലോ ഫസ്റ്റ് വേർഡ് ഞാൻ എപ്പോഴും കേൾക്കുന്നൊരു സാധനമാണ്. ഇതെന്ത് പറ്റി, കവിളൊക്കെ ഒട്ടിപ്പോയല്ലോ. ഞാൻ എപ്പോഴും അങ്ങനെയാണ്, ഞാൻ എപ്പോൾ വണ്ണം കുറച്ചാലും ഇത്ര എൻ്റെ കവിളായിരിക്കും, എൻ്റെ ചീക്സ് എല്ലാം ആയിരിക്കും ആദ്യം ഇങ്ങനെ നാരോ ആവുന്നത്. അത് ഓരോരുത്തരുടെയും ബോഡി സ്ട്രക്ചർ വെച്ചിട്ടായിരിക്കും. പിന്നെ ഹോർമോണൽ ഇഷ്യൂസ് എനിക്കിപ്പോൾ റെഗുലറായി ഇപ്പോൾ ഒന്ന് ഓക്കെ ആയി വരുന്നുണ്ട്. അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും ആകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ വെയിറ്റ് നമ്മൾ കുറയും. ആ സമയത്ത് നമുക്കിനി വേറെ എന്തെങ്കിലും അസുഖം കാരണമാണോ നമുക്ക് വെയിറ്റ് കുറയ്ക്കുന്നത്, അങ്ങനത്തെ വല്ല പ്രശ്നങ്ങളാണോ, അല്ലെങ്കിൽ എന്ത് പറ്റി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ആവാൻ എന്ത് പറ്റി, അങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത് നമ്മൾ തടിയുള്ള സമയത്തും നമ്മൾ മെലിഞ്ഞതിന് ശേഷവും നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും ഇതിൽ നിന്നും ഒരു മോചനമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇൻസൾട്ട് വണ്ണം ഉള്ള സമയത്തും വണ്ണം ഇല്ലാത്ത സമയത്തും വണ്ണം കുറച്ച സമയത്തും എല്ലാം ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന സ്ഥിരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ വണ്ണം ഉണ്ട് അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ എന്ന് ചോദിച്ച ആൾക്കാരുടെ ആ ഇൻസൾട്ട് പ്രചോദനമായി ഉൾക്കൊണ്ടതുകൊണ്ടാണ് എനിക്ക് ഇപ്പം വണ്ണം കുറയ്ക്കാൻ ഞാൻ അതിൽ മോട്ടിവേറ്റഡ് ആയി. ഞാൻ വണ്ണം കുറച്ചതിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. അതും നമ്മൾ ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ എല്ലാവരും ഇൻസൾട്ട് ചെയ്യുന്നു, ഞാൻ ഇനി പുറത്തേക്ക് ഇറങ്ങുന്നില്ല, ഞാൻ വേറെ ഡ്രസ്സൊന്നും ഇടുന്നില്ല, എനിക്കിത് പറ്റില്ല, ഞാനിങ്ങനെ പുതച്ച് മൂടി വീട്ടിൻ്റെ അകത്ത് കയറി ഇരിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഇരുന്ന് പോയേനെ. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാണ്ട് നമുക്കൊരു ഇതൊരു ഇൻസൾട്ട് നമുക്കൊരു പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഡ്രാസ്റ്റിക് ചേഞ്ചസ് നമുക്ക് വരുത്താൻ പറ്റും. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മുടെ ഇൻബോക്സിൽ വന്നൊരു മെസ്സേജിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ടോക്ക് പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഇൻസ്റ്റഗ്രാമിൽ വന്നൊരു മെസ്സേജാണ്. അപ്പോൾ ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ കുട്ടി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നല്ല പഠിക്കുന്നൊരു കുട്ടിയായിരുന്നു, നന്നായിട്ട് എനിക്കൊന്ന് CBSE ആണെന്ന് തോന്നുന്നു കുട്ടി പഠിച്ചതൊക്കെ, നന്നായിട്ട് പഠിച്ചു വന്നു, നല്ല മാർക്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ജോലി കിട്ടി, ഒരു പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചറായിട്ട് ജോലിക്ക് കയറി. അതിനുശേഷം ലൈഫ് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്, ജോലി കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഹാർഡ് വർക്ക് ഒന്നും ചെയ്തില്ല, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സെക്ടറിലോട്ട് കയറാൻ ശ്രമിച്ചില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു നല്ലൊരു പോസ്റ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊന്നും ശ്രമിച്ചില്ല, അവിടെ തന്നെ അങ്ങനെ തന്നെ ഇരുന്നു. അപ്പോൾ ആളുടെ ഇപ്പോഴത്തെ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആളുടെ ഫാമിലിയിൽ, അതായത് കല്യാണം കഴിഞ്ഞ സ്ഥലത്തും അല്ലാണ്ടുള്ള സ്വന്തം വീട്ടിലും ഉള്ള കസിൻസും എല്ലാവരും ഹൈലി സെറ്റിൽഡ് ആണ്, വെൽ സെറ്റിൽഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് എല്ലാവരും ഈ പല സമയത്തും ഒരു പുച്ഛം, ഒരു ഇൻസൾട്ട് എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ, ഈ കുത്തി നോവിക്കൽ, അല്ലെങ്കിൽ നീ ഭയങ്കര പഠിപ്പിച്ചിട്ടാണല്ലോ എന്നിട്ട് എന്തുകൊണ്ട് ഒന്നും നേടിയില്ല എന്നുള്ളൊരു രീതിയിൽ, ഈ ജോബാണോ എന്നുള്ള രീതിയിലൊക്കെയുള്ള സംസാരം വന്നപ്പോഴത്തേക്ക് ആൾ ഭയങ്കര ഒരു ഡിപ്രഷൻ ഫേസിലേക്ക് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജും കൂടാണ് ഞാൻ പറയുന്നത്. അപ്പം ആളുടെ പേര് ഞാൻ പറയുന്നില്ല ഇപ്പോഴും. പക്ഷേ
നമുക്ക് എപ്പോഴും എല്ലാവരുടെയും ലൈഫിൽ ഉള്ളൊരു കാര്യമാണ് ഈ ഇൻസൾട്ട് ഫേസ് ചെയ്യുക എന്നുള്ളത്, നമ്മളുടെ മാത്രം ലൈഫിലല്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഇൻസൾട്ട് എന്താണ് ഇവർ പറയുന്നത് പോസിറ്റീവ് സെൻസിൽ നമുക്ക് എടുക്കാം. നമുക്ക് എടുക്കാൻ കുറച്ച് പാടാണ് കേട്ടോ, സെൻസിൽ എടുക്കണം എന്നല്ല പറയുന്നത്, പക്ഷേ അത് പോസിറ്റീവായിട്ട് കണ്ട് ഈ പറഞ്ഞ ആൾക്കാർ പോലും അറിയാതെ നമ്മൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിട്ടും നമ്മൾ ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ വരും. ഒരു സ്വീറ്റ് ആയിട്ടുള്ളൊരു റിവെഞ്ച് ആണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അതായത് നമ്മളോട് ഈ പറയുമ്പോഴത്തേക്കും ഒരു പുച്ഛമാണ്. ചിലപ്പോൾ അവർ നമ്മളത്രയും നന്നായിട്ട് പഠിക്കുന്ന ആളായിരിക്കില്ല, പക്ഷെ നല്ലൊരു പോസ്റ്റിലായിരിക്കും കയറിയിരിക്കുന്നത്, എന്നിട്ടായിരിക്കും നമ്മളായിട്ട് കുത്തി നോക്കുന്നത്. അപ്പോൾ പണ്ട് ചിലപ്പോൾ കുറേ ബുള്ളിങ് ഒക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ പാരൻസ് അതായത് ഇപ്പോൾ കസിൻസ് എന്ന് പറഞ്ഞല്ലോ, ആ കസിൻസ് തന്നെ സെയിം ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ തമ്മിലുള്ള കമ്പാരിസൺ വരുമല്ലോ, അവൾ നന്നായി പഠിക്കുന്നുണ്ട് കണ്ടോ, അവൾ ഫസ്റ്റ് റാങ്ക് ആണ്, നിനക്ക് എന്താണ് റാങ്ക് ഒന്നുമില്ല, ഫസ്റ്റ് ക്ലാസ് പോലും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന ആളായിരിക്കാം ചിലപ്പോൾ ഇപ്പം നല്ലൊരു റാങ്കിലേക്കും ഒരു പൊസിഷനിലേക്കും പോയിട്ടും നമ്മളിപ്പോൾ ആ പ്രൈവറ്റ് ജോബിൽ ഇരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കുത്തി നോക്കിയിട്ടും അന്ന് ഞാൻ അനുഭവിച്ചത് നീയും കൂടി കുറച്ച് അനുഭവിക്കും എന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ പറയുന്നത്. പക്ഷേ നമ്മളിതെല്ലാം ഒരു സ്വീറ്റ് റിവെഞ്ചായിട്ട് കണക്ക് കൂട്ടി പോലും അറിയാതെ ഒരു മനുഷ്യനോട് നമ്മൾ പറയാണ്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളത് ഇസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് സ്മാർട്ട് വർക്കും കൂടി. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്കാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും കൊണ്ടുതരാൻ എളുപ്പമാവുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് വർക്ക് ചെയ്തിട്ട് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നമ്മുടെ അച്ചീവ്മെൻറ്റ് ഏതിലേക്കാണ് പോകണം നമ്മൾ ആഗ്രഹിക്കുന്നത്, അതിന് വേണ്ടിയിട്ടൊന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ. തീർച്ചയായിട്ടും നമ്മളവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യണം. അപ്പം ആ ഒരു ഇൻസൾട്ട് ഒരു മോട്ടിവേഷനായിട്ട് എടുത്ത് അല്ലെങ്കിൽ ഒരു സ്വീറ്റ് റിവെഞ്ചായിട്ട് നമുക്ക് കണക്കൂട്ടി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു വലിയൊരു ട്വിസ്റ്റ് ആയിരിക്കും നമ്മുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. ടേക്ക് ഇറ്റ് ഓൺലി ഇൻ ദ പോസിറ്റീവ് സെൻസ്. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം, എൻ്റെ ലൈഫിൽ വന്ന വേറൊരു കാര്യം കൂടെ പറയാം. അറിയാമല്ലോ, ഇപ്പം ഞാൻ എല്ലാ ദിവസവും ഡെയിലി ട്രാവൽ ചെയ്ത് പോകുന്ന ഒരാളാണ്. അപ്പോൾ രാവിലെ ഈ 3:30 എണീറ്റ് നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് 5 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആൾ, 5:20 എൻ്റെ ട്രെയിൻ. അപ്പോൾ രാവിലെ ഞാൻ പോകുന്ന സമയത്ത് ഇതിപ്പോൾ 3ാമത്തെ വർഷമാണ് ഈ തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പോകാൻ തുടങ്ങിയപ്പം 2-3 പേരുടെ അടുത്തൊക്കെ എനിക്ക് വളരെ ആത്മാർത്ഥമായിട്ട് എൻ്റെ കൂടെ നിൽക്കും എന്ന് വിചാരിച്ച് 2-3 പേരുടെ അടുത്തൊക്കെ ചോദിച്ചു. വളരെ പോസിറ്റീവായിട്ട് എൻ്റെ അടുത്ത് പോയി വരും, ഫാമിലി ഈസ് ഇമ്പോർട്ടൻറ്റ്, പക്ഷേ ഇത് അങ്ങനെ തന്നെ തീരുമാനിക്കും എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷേ ഒരാൾ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഞാനിത് ഈ ആളോട് ഞാൻ പറയുന്നില്ല ഇപ്പോഴും, പക്ഷെ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് നല്ലൊരു റെസ്പോൺസ് കിട്ടും എന്ന് പറഞ്ഞ ഒരാളെടുത്ത് ഞാനിത് പറഞ്ഞപ്പം എന്നോട് ചിരിച്ചിട്ട് പറഞ്ഞത്, കുറച്ച് നേരം ചിരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ചോദിച്ചു അതെന്താ, ഞാനിപ്പോൾ പോയിട്ട് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, സി ശ്വേത, 1 മന്ത്, ഒരു മാസം കഴിയുമ്പോൾ ശ്വേത എന്നോട് വന്ന് പറയും നടക്കില്ല, ഞാൻ തിരിച്ച് കൊല്ലം തന്നെ സെറ്റിൽഡ് ആവുകയാണ്, ഞാൻ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു എന്ന് പറയും എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ സമയത്ത് കേട്ടപ്പോഴത്തേക്ക് ഇതെന്താ ഇങ്ങനെ പറയുന്നത്, എല്ലാവരും എന്നോട് പോസിറ്റീവായിട്ട്, ശരിയാണ് ബുദ്ധിമുട്ടാണെന്നുള്ളവരെല്ലാവരും പറയുന്നുണ്ട്, പക്ഷേ എങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ പറയുന്ന ഒരാൾ എന്നോട് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയണം, ചാലഞ്ച് ചെയ്ത് പറയണം, 1 മാസത്തിനുള്ളിൽ ഇത് നിർത്തിയിട്ട് തിരിച്ചു വരും എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതെന്തായാലും നീണ്ട് 3 വർഷമായിട്ടുണ്ട് ഞാൻ ഈ ജേർണി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വീണ്ടും ടച്ച് വുഡ്. അപ്പം ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാനിപ്പം തുടക്കം തൊട്ട് അവസാനം വരെ, ഇതിപ്പോൾ 3ാമത്തെ വർഷം വരെ ഞാൻ ഒരിക്കൽ പോലും എനിക്ക് പോയി വരുന്നത് എന്ത് സുഖം എന്നൊന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ. പല സമയത്തും നമ്മൾ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആവാറുണ്ട്, ചിലപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആവാറുണ്ട്, ഇതെന്താണിത് ഇത്രയും ലോങ് ട്രാവൽ ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. ചില സമയത്ത് അതായത് ഒരു മാസം ആയില്ല, ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ടയർഡായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇപ്പം ഒരിക്കലെങ്കിലും ഒന്നിപ്പം എറണാകുളം, കൊല്ലം അല്ലെങ്കിൽ എറണാകുളം, ട്രിവാൻഡ്രത്തൊക്കെ നമ്മൾ നേരത്തെ എന്ന് വെച്ചാൽ മാസത്തിലൊരിക്കൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് പ്രോഗ്രാമിന് വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നപ്പോൾ തന്നെ നമ്മൾ പിറ്റേ ദിവസം ഭയങ്കര ടയർഡായിരിക്കും ഒരു യാത്ര ചെയ്ത് വരുമ്പോൾ. അങ്ങനെയുള്ളൊരു ഞാൻ ദിവസവും ഇത് ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. ആലോചിക്കുമ്പോൾ തന്നെ ഒരു പേടിയായിരുന്നു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒന്ന് ഡൗൺ ആയി. അയ്യോ ഇത് നടക്കുന്ന കാര്യമല്ല, ഒരാഴ്ച എങ്ങനെയെങ്കിലും കൊണ്ടുപോയി 2ാമത്തെ ആഴ്ച ആയപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര എക്സോസ്റ്റഡ് ആയി, നടക്കില്ല എന്നുള്ള രീതിയിൽ വിചാരിച്ചു. പക്ഷേ ഈ നടക്കില്ലെന്ന് പറഞ്ഞ് വിചാരിച്ചതും എൻ്റെ മനസ്സിൽ വന്ന ആദ്യത്തെ മുഖം എന്നോട് ചലഞ്ച് ചെയ്ത ആളുടെയാണ്. അതായത് 1 മാസം ശ്വേത ഇത് നിർത്തിയിരിക്കും എന്ന് പറഞ്ഞ ആളുടെ മുഖമാണ്. അല്ലാണ്ട് എന്നോട് നിനക്കിത് പറ്റും, നീ പോയി വന്നോളൂ എന്ന് പറഞ്ഞ ആൾക്കാരുടെ ഒരാളുടെയും മുഖം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. പക്ഷേ ഇൻസൾട്ട് ചെയ്ത ആളുടെ മുഖം കൃത്യം എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പറയില്ലേ, ഈ സാത്താൻ നിന്നിട്ട് നമ്മളോട് പറയുന്നു വാ മോളെ ഈ കുഴിയിലേക്ക് ചാടൂ എന്ന് പറയുന്നത് പോലെ ആ മുഖം ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞൊരു സംഭവം, വരില്ല, നീ എന്തായാലും നടക്കില്ല എന്നുള്ളത്. അപ്പോൾ എനിക്കൊരു ചലഞ്ചായിട്ട് തോന്നി. അതായത് ഇത് ഞാൻ ഏറ്റെടുക്കണം. കാരണം ഞാൻ അവിടെ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ആര് ജയിക്കും? ഞാൻ ജയിക്കുമോ? ഞാൻ അങ്ങനെ തോക്കാൻ തയ്യാറല്ല. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചപ്പോഴത്തേക്കും ജയിച്ചു, പറഞ്ഞ പോലെ നടക്കുമല്ലോ. അപ്പോൾ എൻ്റെ ലൈഫ് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണോ ഞാനാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കമോൺ നമ്മളിത് ചെയ്തേ പറ്റുള്ളൂ. 1 മാസം കഴിഞ്ഞു, സക്സസ്ഫുള്ളി 1 മാസം കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. കാരണം 1 മാസമായിരുന്നല്ലോ എൻ്റെ അടുത്ത് പറഞ്ഞ ആ ഒരു ടാർഗറ്റ് ഇത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കോൺഫിഡൻസ് ആയി. അതിനുശേഷം 2ാമത്തെ മാസം ആയപ്പോഴത്തേക്കും 3-4 മാസം ആയപ്പോഴത്തേക്കും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്തെങ്കിലും വയ്യായ്മയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന അല്ലാണ്ട് ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഞാൻ ഈ പോയി വരുന്ന ആ തീരുമാനം എടുത്തത് തെറ്റായി പോയെന്ന് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല.
അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഞാൻ ഇപ്പോഴും സ്മരിക്കുന്നതും നന്ദിയോടെ ഓർക്കുന്നതും ഈ ഇൻസൾട്ട് ചെയ്ത് ഈ വ്യക്തിനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നമ്മുടെ ലൈഫിൽ ഇൻസൾട്ട് വരുമ്പോഴത്തേക്കും അതൊരു പോസിറ്റീവായിട്ട് എടുത്ത്, അല്ലെങ്കിൽ ആ ആളെ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും നമുക്കൊരു എയിം വേണമെന്ന് പറയില്ലേ, ആ എയിം ഇദ്ദേഹത്തിനെ മനസ്സിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്ത ആളെ ഒന്ന് തോപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു റിവെഞ്ച്, സ്വീറ്റ് റിവെഞ്ച് എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ചേഞ്ചസ് ആയിരിക്കും നമ്മുടെ ലൈഫിൽ വരുന്നത്. അപ്പോൾ ഇനി ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് ചിരിച്ച് കാണിക്കുക. എന്നിട്ട് ഞാൻ ഒരു കോട്ട് കണ്ടതാണ്, ഇൻസൾട്ട് ചെയ്യുന്ന ആൾക്കാർ കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിട്ട്, ഞാൻ മോളോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ, മുഖത്തോട്ട് കുറച്ച് നേരം നോക്കിയിട്ട് നമ്മൾ ആളോട് ചോദിക്കുക, ഐ ഓക്കെ എന്ന് ചോദിക്കുക എന്നുള്ള ഞാനൊരു കോട്ട് കണ്ടതാണ്. പക്ഷെ എനിക്ക് ഭയങ്കര അത് ആര് പറഞ്ഞാൽ അതൊന്നും അറിയില്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ റാൻഡം ഒരു കോട്ട് കണ്ടതാണ്. പക്ഷെ അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം അവരുടെ ഒരു മെന്റൽ ഔട്ട്ബേസ്റ്റിൽ അവർ പറയുന്ന ചില കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ കുറേ അവരുടെ ട്രോമാസ് കാരണമൊക്കെ അവർ പറയുന്നതോ, അവരുടെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കാരണമോ, അല്ലെങ്കിൽ അവരുടെ ഒരു അങ്ങനത്തെ പ്രശ്നങ്ങൾ കാരണം അവർ പറയുന്നതായിരിക്കും. അപ്പോൾ അത് നമ്മൾ ചോദിക്കുക, ഓക്കെ അല്ലേ, ഇത്രയൊക്കെ പറഞ്ഞു വെച്ചപ്പോൾ സമാധാനമെങ്കിൽ തകർപ്പൊക്കോളൂ, ഐ എം ഓക്കെ എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ ലൈഫ് വേറെ ലെവലായിരിക്കും, ഭയങ്കര ഹാപ്പി ആയിരിക്കും. നമ്മളെ ആർക്കും തകർക്കാൻ ആകില്ല മക്കളെ, നമ്മൾ പവർഫുള്ളാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ അടുത്ത ആരെങ്കിലും ഈ നമ്മുടെ മെസ്സേജ് ചെയ്ത ആളോട് ഞാൻ പറയുന്നൊരു കാര്യമാണ്, ആ ഇൻസൾട്ട് ചെയ്ത ആ മുഖങ്ങളെല്ലാം ഇങ്ങനെ 1 2 3 4 എന്ന് നമ്മളിങ്ങനെ ചൂണ്ടയിട്ട് വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ എന്താണോ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് സുഖമായിട്ട് അത് ചെയ്യാൻ പറ്റും. ഇത് മാത്രം മനസ്സിൽ വെക്കുക, നമ്മൾ പവർഫുള്ളാണ്, നമ്മൾ ആർക്കും തോപ്പിക്കാനാവില്ല, നമ്മൾ മാത്രം വിചാരിച്ചാൽ മാത്രമേ നമ്മൾ ഡൗൺ ആവുള്ളൂ എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും നമ്മളെ തോപ്പിക്കാനാവില്ല. അപ്പം മുന്നോട്ട് പൊക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ ആ സഹോദരിക്കും ഓൾ ദി ബെസ്റ്റ്. അതേപോലെ ഇൻസൾട്ട് ഫേസ് ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇത് നിങ്ങളുടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് കണ്ടോളൂ ആൻഡ് ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ട് മുന്നോട്ട് പൊക്കോളൂ.